സമയം സംഘടന തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. സ്ട്രൈറ്റ് ടു ദ ആൻസർ, അതിലേക്ക് വരുന്നില്ല. നിങ്ങൾ എന്താണ് സേവനം? നിങ്ങൾക്ക് അറിവുണ്ടോ? നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ അത് പറയാൻ പറ്റുള്ളൂ, അറിയില്ലെങ്കിൽ പറയാൻ പറ്റില്ല. അറിയില്ലെങ്കിൽ അറിയില്ല, അല്ലെങ്കിൽ ഉണ്ട് ഇന്നതാണ് എന്നെന്തുകൊണ്ട് പറയാൻ പറ്റില്ല? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അല്ല, അത് താങ്കൾ എത്ര തിരിച്ചു ചോദിച്ചാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് FSIO ചോദ്യം ചെയ്തു, 2-3 ഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോഴും ഇതിന്റെ മൊഴി കൊടുക്കുമ്പോഴും എല്ലാം ആ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ വീണ വിജയനെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുന്നു ഈ വിഷയത്തിൽ. അപ്പൊ നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാകണം. ആ ബോധ്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് സേവനം? CMRനോടുള്ള ചോദ്യമല്ല, അത് CPMനോടുള്ള ചോദ്യമാണ്. കഴിഞ്ഞോ? ഇനി ഇടപെടരുത്. ഇനി ഞാൻ മറുപടി പറയുമ്പോൾ ഇടപെടരുത്. അതായത് ഞാൻ CPMന്റെ പ്രതിനിധിയാണ്. CPMന്റെ മുഖ്യമന്ത്രിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയും CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ വേണ്ടി ഈ കേസ് ചില ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഓരോ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ പൊടി തട്ടിയെടുത്ത് കേരളത്തിലെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ നടത്തുന്ന ശ്രമത്തെ ഞങ്ങൾ ചെറുക്കും. കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യം കമ്പനി പറയും. നിങ്ങൾ എന്താ CMRന്റെ ഒരു പ്രതിനിധിയെ വിളിക്കാത്തത്? വിളിച്ചു ചോദിക്ക്, എന്ത് സേവനമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്? എക്സോലോജിക്കിന്റെ പ്രതിനിധിയെ നിങ്ങൾ വിളിക്ക്, എന്ത് സേവനമാണ് നിങ്ങൾ കൊടുത്തത്? എന്ത് മൊഴിയാണ് നിങ്ങൾ കൊടുത്തത്? ഇനി ഇതിൽ കൂടുതൽ അവരെന്ത് പറയണം? CMRന്റെ ഉദ്യോഗസ്ഥരും CMRന്റെ CFO ഉൾപ്പെടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്ത് വീണ വിജയനെതിരെയുള്ള പ്രധാനപ്പെട്ട മൊഴികൾ. ഇവൻ ശരിയല്ല. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ലളിതമായ യുക്തിയിൽ ഇപ്പൊ നമ്മൾ ഒരാൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കൈക്കൂലി കൊടുക്കുന്നു, ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ആ കൈക്കൂലി കൊടുക്കുക. കൈക്കൂലി കൊടുക്കുന്ന ഘട്ടത്തിൽ കൊടുക്കുന്ന, അപ്പൊ ഞാനാണെന്ന് സങ്കല്പിക്കുക, ഞാൻ കൊടുക്കുമ്പോൾ എനിക്ക് അതിനകത്ത് പരാതി ഉണ്ടാകില്ല. കാരണം എന്റെ കാര്യം സാധിച്ചു കിട്ടാനാണ് ഞാൻ ആ കൈക്കൂലി കൊടുക്കുന്നത്. വാങ്ങുന്ന അയാൾക്ക് പണം ആവശ്യമുണ്ട്, അയാൾ അത് വാങ്ങുന്നു. അപ്പൊ രണ്ടു കൂട്ടർക്കും പരാതിയില്ല. ഇവിടെയും സമാനമായ കാര്യമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. രണ്ടു കൂട്ടർക്കും പരാതിയില്ല. പരാതി ഉള്ളതാണെങ്കിലോ കേസ് അന്വേഷിക്കുന്നതിനെതിരെ. അതാണ് സ്ഥിതി. പോത്തിനോട് വേറെ ഒരു കാര്യമില്ല. അപ്പൊ നമ്മൾ ചോദിക്കുന്നു, ഇവിടെ എന്താണ് പിന്നെ ആ സേവനം? ആ സേവനം എന്നത് നിങ്ങൾ CMRനോട് ചോദിക്കൂ എന്നാണ് CPMന്റെ നിലപാട്. ആ നിസ്സഹായാവസ്ഥയെ കുറിച്ചാണ് നമ്മൾ വീണ്ടും ചോദിക്കുന്നത്. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാ. താങ്കൾ ആർക്കെങ്കിലും കൈക്കൂലി ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യോ? ആ കൈക്കൂലിക്ക് താങ്കൾ GST അടയ്ക്കോ? ആ കൈക്കൂലിക്ക് നിങ്ങൾ ആദായ നികുതി വകുപ്പ് പണം അടയ്ക്കോ? ടാക്സ് അടയ്ക്കോ? അങ്ങനെ അയച്ച പണം നിങ്ങൾ ഏത് അതോറിറ്റി ചോദിച്ചാലും കാണിച്ചു കൊടുക്കുമോ? ഇത്ര കൊടുത്തു, ഇത്ര കിട്ടിയെന്ന്. ഇത് കൈക്കൂലിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. സത്യസന്ധമായ പണമാണെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കും, GST അടയ്ക്കും. അതാണ് ഈ കേസിൽ നടന്നത്. ഇത് ശരിയല്ല. താങ്കൾ എനിക്ക് അനുവദിച്ച സമയം, ആ സമയത്തിൽ ഇടപെടാതെ മര്യാദയ്ക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ എന്നെ ചർച്ചയിൽ തുടരാൻ അനുവദിച്ചാൽ മതി. അങ്ങനെ CPMനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ മര്യാദ വേണ്ടേ? ഒരു കേസിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആളുടെ മകൻ പ്രതിസ്ഥാനത്ത് വന്നു നിന്നപ്പോ അന്ന് CPMന് ഒരു നിലപാടുണ്ടായിരുന്നു. ഇന്ന് സമാനമായ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ വ്യക്തി, മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു കേസ്. പാർട്ടിക്ക് രണ്ട് നിലപാടാണ്, രണ്ട് സമീപനമാണ്. സ്വാഭാവികം. അന്ന് അത് വ്യക്തിപരമായി ആ പ്രതി നേരിടണം എന്നാണെങ്കിൽ ഇന്ന് പ്രതിയെയും പ്രതിയുടെ കമ്പനിയെയും ഒന്നടക്കം പാർട്ടിയുടേതാക്കി മാറ്റിയുള്ള സംരക്ഷണം എന്തുകൊണ്ടാണ്? അത് കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളെ. നിങ്ങളുടെ വാർത്തകൾ എടുത്തിട്ട് കോൺഗ്രസും BJPയും പ്രചരിപ്പിക്കുന്നു. അതായത് അന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്റെ മകൻ കുറ്റം ചെയ്തിട്ടില്ല, കള്ളക്കേസാണ്. ആ കേസുമായിട്ടുള്ള കാര്യങ്ങൾ ഇദ്ദേഹം തന്നെ, മകൻ തന്നെ നേരിടും. 1.25 വർഷം ജയിലിൽ കിടന്നു, നിയമ പോരാട്ടം നടത്തി. അവസാനം ED പറഞ്ഞു ഒരു തെളിവുമില്ല, കുറ്റം അവസാനിപ്പിച്ച് ജയിൽ മോചിതനാക്കി മാറി. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. എന്താ ചെയ്ത കുറ്റം? ഒരു CPM നേതാവിന്റെ മകനായി ജനിച്ചു, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവായി പ്രവർത്തിച്ചു. ഒന്ന് ഇടപെടല്ലേ മിസ്റ്റർ? നിങ്ങൾ ആ കോൺഗ്രസ് പ്രതിനിധിയുടെ 10 മിനിറ്റ് നിങ്ങൾ ഇടപെടാൻ നിങ്ങൾ വിറച്ചല്ലോ, നിങ്ങൾ ഇടപെട്ടില്ലല്ലോ. BJP പ്രതിനിധിയുടെ ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ അപ്പൊ തങ്ങൾ ഇത് മര്യാദകളാണ് മിസ്റ്റർ, മര്യാദകളാണ്. എനിക്ക് പറയാൻ ബോധ്യമുണ്ട്, എനിക്ക് പറയാൻ കഴിയും. ചർച്ചയിൽ ചോദ്യങ്ങൾ നേരിട്ടിരിക്കുന്ന വിഷയങ്ങൾ മുൻപ് ഉത്തരങ്ങളെയും അല്ലെങ്കിൽ ചോദ്യങ്ങളെയും ഇങ്ങനെ നേരിടുകയാണെന്നുണ്ടെങ്കിൽ അത് ബാലിശമാണ്. ശ്രീ അരുൺകുമാർ, CPMന്റെ പ്രതിനിധി 1 മിനിറ്റ് പറഞ്ഞാൽ താങ്കൾക്ക് പൊള്ളും.
താങ്കൾ ഇടപെടും. എന്നിട്ട് വലിയ ന്യായീകരണം. എന്ത് മറുപടി ബിനീഷിന്റെ കേസിൽ രാഷ്ട്രീയ പ്രേരിതം എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും നടത്തിയിരുന്നോ? ചോദ്യമാണ്. ഉത്തരമുണ്ടെങ്കിൽ പറയാം. ഇതൊരു നടക്ക് പോണ മാതിരില്ല. എവിടെ പോയി സ്വർണ്ണക്കള്ളക്കടത്ത്? ബിരിയാണി ചെമ്പിലുള്ള സ്വർണം എവിടെ പോയി? ഈന്തപ്പഴത്തിന്റെ കുരുവിന്റെ രൂപത്തിലുള്ള സ്വർണം എത്ര വർഷമായി അന്വേഷിക്കുന്നു? ഖുറാന്റെ ഉള്ളിൽ വെച്ചുള്ള സ്വർണം എവിടെ പോയി? കരിവണ്ണൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് AC മൊയ്തീനെ ചോദ്യം ചെയ്തില്ലേ? എവിടെ കോടികൾ പിടിച്ചു എന്ന് പറഞ്ഞു? എവിടെ പിടിച്ചു കോടികൾ? ഏതെങ്കിലും ഒരു പ്രതി അറസ്റ്റ് ചെയ്യാൻ പറ്റിയോ? നീ എന്ത് തേങ്ങയാടി പറയുന്നത്? ഈ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്ത് CPM-നെ തകർക്കാൻ, ഇന്ത്യയിലെ ഏക അവശേഷിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ തകർക്കാൻ നയം രൂപീകരിച്ചെങ്കിൽ വരിക ED. ഞങ്ങൾ പേടിക്കില്ല. 170 കോടി രൂപ ഞങ്ങൾ ലെറ്റർ ബോണ്ട് കൊടുക്കില്ല. രക്ഷപ്പെടാൻ വേണ്ടി ന്യായീകരണ പ്രക്രിയയുമായിട്ട് ഞങ്ങൾ ഇറങ്ങില്ല. അതുപോലെ പാർലമെന്റിലെ പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്ന് വിപ്പ് കിട്ടിയാലും ഓടി ഒളിക്കുന്ന സംസ്കാരം ഞങ്ങൾക്കില്ല. വാർത്താ സമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ബിനീഷിന്റെ കേസിന് ഈ പാർട്ടിയുമായി ബന്ധമില്ല, അത് ബിനീഷ് നേരിടും എന്ന്. ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു വാക്കും കേൾക്കുന്നില്ല. സ്വാഭാവികം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താം, അത് ഒരു 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്, അത് അവർ തന്നെ നിയമപരമായി നേരിടും. രാഷ്ട്രീയ നീക്കം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ അങ്ങനെ കാണും എന്ന്. പക്ഷെ ഇവിടെ നിങ്ങൾ അടിമുടി പാർട്ടി എന്ന സംവിധാനം തുടക്കം മുതൽ വീണ വിജയനെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോവാണ്. ഒരു വ്യത്യാസവും ഇല്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഉത്തരം പറ. ഒറ്റ കാര്യം, ഞങ്ങളുടെ നേതാക്കന്മാർ അന്നും ഇന്നും പറഞ്ഞത് ഇത്തരത്തിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രാഷ്ട്രീയപരമായിട്ട് നടത്തുന്ന ഇടപെടലുകളാണിത്. ഇതിനെ നിയമപരമായി നേരിടും, രാഷ്ട്രീയപരമായിട്ടും നേരിടും. എന്നിട്ട് ഞങ്ങൾ ED ഓഫീസിലേക്ക് നിരവധി മാർച്ചുകൾ നടത്തി, ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം നടത്തി, താലൂക്ക് കേന്ദ്രങ്ങളിൽ സമരം നടത്തി. കേക്കു, താങ്കൾ കേക്കു. എന്താന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തുലക്കടോ. ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ അവർ കേസ് കൊടുത്തു. എന്താ കേസ് കൊടുക്കാൻ കാരണം? കമ്പനികാര്യ വകുപ്പിന്റെ കീഴിൽ ഒരു രജിസ്ട്രാർ ഓഫ് കമ്പനി അന്വേഷണം നടത്തുമ്പോൾ മറ്റൊരു ഏജൻസി പറ്റില്ല. നിയമപരമായ കാര്യങ്ങൾ അവർ നടത്തും, പക്ഷെ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം ഇവർ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയാ, കേരളത്തിലെ ഗവൺമെന്റ് ആണ്. ഒരു ഇല്ലീഗൽ ഗെയിനും ഇവിടെ ഒരാളും ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഇവരുടെ ലക്ഷ്യം ഇന്ത്യയിൽ തുടരുന്ന ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. മുഖ്യമന്ത്രിക്ക് പേടിക്കാതിരുന്നാ മതി. എന്തുകൊണ്ട് അതിന് പറ്റുന്നില്ല? പേടിയുണ്ടോ? സഖാവ് പിണറായി വിജയൻ ആരാണെന്ന് നിങ്ങൾ കുറച്ചുകൂടെ ചരിത്രം ഒന്ന് പഠിക്കണം, അപ്പൊ മനസ്സിലാവും. ജ്യോതികുമാർ, ഇവിടെ അന്ന് ബിനീഷിനോടും പാർട്ടി സ്വീകരിച്ച സമീപനം തന്നെയാണ് ഇപ്പോഴും വീണ വിജയനോട് സ്വീകരിക്കുന്നതെന്ന് ആവർത്തിച്ച് അസന്നിഗ്ധമായി പറയുന്നു അരുൺകുമാർ. അല്ലേ, ഞാനിതൊന്നും പറയണമെന്ന് ആഗ്രഹിച്ചതല്ല. അരുൺകുമാർ എന്നെ കൊണ്ട് പറയുകയാണ്. അദ്ദേഹം ബിരിയാണി ചെമ്പിനെ കുറിച്ചും ഈന്തപ്പഴത്തെ കുറിച്ചും കരുവന്നൂർ കേസിനെ കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു CPM നേതാവായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ട് ഈ ബാംഗ്ലൂരിൽ നടന്ന കേസ് മാത്രമല്ലോ അരുൺകുമാർ ഈ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഒരു അറബി ഈ സംസ്ഥാനത്ത് വന്ന് പാർട്ടി നേതാക്കന്മാർക്ക് ഉൾപ്പെടെ കൊടുത്ത ഒരു കത്തുമായി ബന്ധപ്പെട്ട് കോടികൾ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ കത്തുമായി ബന്ധപ്പെട്ട് അതിന്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്? അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്തത്? ആരാണ് സെറ്റിൽ ചെയ്തത്? എവിടെ വെച്ചാണ് സെറ്റിൽ ചെയ്തത്? ഇറങ്ങി ഓടാന്ന് വെച്ച വഴിയും പരിചയമില്ല. എല്ലാം നിങ്ങൾക്കെതിരാണെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ മുമ്പോട്ട് വന്നപ്പോ അതൊക്കെ പിന്നീട് ആവിയായി പോയോ? ആ കേസുകളൊക്കെ എങ്ങോട്ട് പോയി? വല്ല കാര്യം ഉണ്ടായിരുന്നോടാ. രണ്ടാമതൊരു ചോദ്യം, ബീഹാറിൽ ഒരു യുവതി പരാതിയുമായി വന്നിരുന്നു. ആ കേസ് എങ്ങനെയാ തീർത്തത്? ആ കേസ് ഇപ്പോഴും ഉണ്ടോ? അതിനെക്കുറിച്ച് പൊതുസമൂഹം അറിയണ്ടേ? ഇതൊക്കെ എന്നെ കൊണ്ട് പറയിക്കുന്നതാണ്. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഇനി താങ്കൾ പറഞ്ഞത് 2 കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഈ 2 കമ്പനികൾ തമ്മിലുള്ള എഗ്രിമെന്റ് ആണെങ്കിൽ പിന്നെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും നിരന്തരമായി ഇതിനകത്ത് ചർച്ചയിൽ പങ്കെടുക്കുന്നതിനാണ്, ഇതിനകത്ത് കുറിച്ച് സംസാരിക്കുന്നതിനാണ്. മറിച്ചൊരു ചോദ്യം, അവിടെയാണ് ചോദ്യം വരുന്നത്. ശ്രീ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുടെ വിഷയം വന്നപ്പോ 2 മക്കളുടെയും വിഷയം വന്നു. ആ വിഷയങ്ങളിലെല്ലാം CPM-ന്റെ അന്നത്തെ നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നത് അത് മക്കൾ വേറെ പാർട്ടി വേറെ എന്നാണ്. ഇവിടെ എന്തേ പിണറായി വിജയന്റെ മകൾ വരുമ്പോ അത് അച്ഛനും മകളും ഒന്നാണ്, പാർട്ടിയാണ് എന്ന് പറയുന്നത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. പിണറായി വിജയന്റെ കേസ് വരുമ്പോൾ മാത്രം, വീണ വിജയന്റെ കേസ് മാത്രം വരുമ്പോൾ മകളും പാർട്ടിയുടെ ഭാഗമാകുന്നത് എന്തുകൊണ്ടാണ്? എന്തേ ബിനീഷ് കോടിയേരിക്കും ബിനോയ് കോടിയേരിക്കും ആ ഫേവർ ലഭിച്ചില്ല? എന്താ ഉറക്കം വരുന്നു. ഇനി താങ്കൾ ചോദിക്കുന്നു, നികുതി കൊടുത്തു, GST കൊടുത്തു, ഞങ്ങളുടെ അക്കൗണ്ടിലൂടെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് കള്ളപ്പണമാകുന്നത്? ഇതാണ് ഈ ഏറ്റവും വലിയ ഗജ ഫ്രോഡുകൾ നടത്തുന്ന തട്ടിപ്പ് ഇത്തരത്തിലുള്ളതാണ്.
നോക്കൂ, ഇത്തരത്തിൽ അഴിമതി പണത്തിനെ ലീഗലൈസ് ചെയ്തുകൊണ്ട് അത് വൈറ്റ് മണി ആക്കിക്കൊണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു, മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകുന്നു. എങ്ങനെയാ? ചെയ്യാത്ത സേവനത്തിന് എല്ലാ മാസവും അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. സ്വാഭാവികമായി അക്കൗണ്ടിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ GST അടക്കേണ്ടി വരും, നികുതി അടക്കേണ്ടി വരും, ഇൻകം ടാക്സിൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. എന്ത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ പൈസ കിട്ടിയിട്ടുള്ളത്? അതാണ് ചോദ്യം. ആ കാതലായ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയാൻ കഴിയാത്തത്തോളം കാലം ഇത് കള്ളപ്പണമാണ്. കള്ളപ്പണം വെളുപ്പിക്കുവാൻ വേണ്ടി മാത്രം ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും GST അടക്കുകയും ചെയ്താൽ കള്ളപ്പണം വെളുത്ത പണമാകില്ല. അതാണ് ഇപ്പൊ പിടിക്കപ്പെട്ടിരിക്കുന്നത്. അതും കയ്യിൽ മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി താങ്കൾ പറഞ്ഞത് ഞാൻ CPM-ന്റെ പ്രതിനിധിയാണ്, എക്സാലോജിക്കിന്റെ പ്രതിയെ വിളിച്ച് ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞു. എക്സാലോജിക്കിന്റെ ഒരേ ഒരാളാണ്, അത് മുഖ്യമന്ത്രിയുടെ മകളാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.